ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വേദയുടെയും വിക്രമിൻ്റെയും പവിത്രം പ്രൊമോ സീരിയലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും അവർ കിടന്നിരുന്ന ആ ഒരു പത്തായപ്പുര അവരുടെ അത് മൊത്തം കത്തി നശിക്കുകയാണ്. അപ്പോൾ മാഷ് എന്ത് ചെയ്ത് സമ്മതിക്കില്ല, അതാരും നന്നാക്കണ്ട, എൻ്റെ മകൻ തന്ന ഒരു സ്മാരകമായിട്ട് അതവിടെ എന്നും കാണണമെന്നും പറഞ്ഞ് മാഷ് വാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ വേദയ്ക്ക് ഇങ്ങനെ പൊള്ളലൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ വേദയുടെ അമ്മയും അനിയത്തിക്കുട്ടിയും കൂടെ വേദയെ കാണാൻ വരികയാണ്. അപ്പോൾ വന്നു കമലുമായിട്ടൊക്കെ സംസാരിച്ചു. എന്നിട്ട് കമലം നമ്മുടെ വേദയുടെ അമ്മയുടെ അടുത്ത് പത്മത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരിക്കലും എനിക്ക് നമ്മുടെ വേദമോളെ എൻ്റെ വിക്രമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിക്രമിനെ നന്നാക്കാനായിട്ട് എൻ്റെ വേദമോളെ നിർത്തിയിരിക്കുന്നതല്ല, ഒരിക്കലും എനിക്ക് അവളെ വിട്ടു തരാൻ പറ്റില്ല പത്മം എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് സ്വന്തം മകളെ പോലെയാണ് കമല പത്മത്തിൻ്റെ അടുത്ത് സംസാരിച്ചത്. അതായത് പത്മ ആവശ്യപ്പെട്ടിരുന്നല്ലോ എൻ്റെ മകളെ എങ്ങനെയെങ്കിലും തിരിച്ചു തരണം എന്ന്. അപ്പോൾ അതെനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന് തീർത്ത് നമ്മുടെ കമല പത്മത്തിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നത്. അത് കേട്ടപ്പോൾ പത്മത്തിന് വല്ലാത്തൊരു വിഷമമായി. കാരണം സ്വന്തം മകളെ സ്വന്തം മരുമകളെ ഒരു മകളെപ്പോലെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ കണ്ടപ്പോൾ പത്മത്തിനും സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നന്ദിനി ചായയൊക്കെ ഇട്ടുകൊണ്ടുവന്ന് കൊടുത്തു. അതിൻ്റെ ഇടയിൽ കമലത്തിൻ്റെ കയ്യിൽ കുറച്ച് പൈസ നമ്മുടെ വേദയുടെ അമ്മ കൊടുത്തപ്പോൾ അതൊരിക്കലും വേണ്ട, തന്നതിൽ ഒരുപാട് സന്തോഷം, പക്ഷേ മാഷിന് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വേദയുടെ അമ്മ കമലത്തിൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്, ഒരു കാര്യമെങ്കിലും കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വേദമോളെ ഒന്ന് വീട്ടിലോട്ട് നിൽക്കാനായിട്ടൊന്ന് പറഞ്ഞു വിടാവോ, അതിനെന്താ ഞാൻ പറയാലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഹാളിലോട്ട് വരെയാണ്. അപ്പോൾ വേദയും നന്ദിനിയും അനിയത്തിക്കുട്ടിയൊക്കെ അവിടെ നിന്ന് സംസാരിക്കണം. അപ്പോൾ അമ്മയുടെ കണ്ണ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നതെന്ന് വേദ ചോദിക്കുന്നുണ്ട്, ആരെ? കമലയുടെ. അതെന്തോ അവിടെ നിന്നപ്പോൾ പൊടി വീണതാ മോളെ എന്നൊക്കെ പറഞ്ഞ് കമല രക്ഷപ്പെട്ടാണ്, കരഞ്ഞു എന്നൊന്നും പറഞ്ഞില്ല. എൻ്റെ വേദയോട് പറയുന്നുണ്ട് കമല, അമ്മ ഒരാവശ്യം പറഞ്ഞിട്ടുണ്ട് മോളെ, കുറച്ച് ദിവസത്തേക്ക് മോള് അമ്മയുടെ കൂടെ പോയി കുറച്ച് ദിവസം നിന്നിട്ട് വാന്ന് പറയുന്നുണ്ട്. അതിനെന്താ അമ്മ, ഞാൻ വരാം, പക്ഷേ ഇപ്പോഴല്ല, എന്നെപ്പോലെ തന്നെ വിക്രമിനും ആ വീട്ടിൽ വരാനുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് കിട്ടുന്നു അന്ന് ഞാൻ വരും. അപ്പോൾ അനിയത്തിക്കുട്ടി പറയുന്നുണ്ട്, വാ ചേച്ചി പ്ലീസ്, നമുക്ക് കുറച്ച് ദിവസം അവിടെ അടിച്ചു പൊളിക്കാമല്ലോ, വരാം മോളെ, വിക്രമുമായിട്ട് വരുമ്പോഴല്ലേ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അവരവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് ഫണ്ടൊക്കെ റെഡിയാക്കിയിട്ട് ആ വീടൊന്ന് ശരിയാക്കി എടുക്കണം. കാരണം വിക്രമിന് അവിടെയാണ് വിക്രം കൂടുതലും കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിക്രമിന് അവിടെ ആണ് വിക്രം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നത്. പിന്നെ വേദിയായിട്ടുള്ള ഒരു ജീവിതത്തിനും അവിടെയാണ് അവരുടെ ഒരു പ്രൈവസിക്ക് നല്ലതെന്നുള്ള രീതിയിൽ വിക്രം ഒരു ആളെ കൊണ്ടുവന്ന് കാണിക്കണം ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ മാഷ് ഇറങ്ങി വരുന്നുണ്ട്. എൻ്റെ മാഷ് പറയുന്നുണ്ട്, എന്താണ് ഇവിടെ, അപ്പോൾ ഇങ്ങനെ പണി ചെയ്യാൻ വേണ്ടി വിക്രം വിളിച്ചുകൊണ്ട് വന്നത്, ഇപ്പോൾ പണിയിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിടുകയാണ് അയാൾ. അപ്പോൾ വിക്രമിന് ആകെ ഇൻസൾട്ടായി. അപ്പോൾ അയാൾ പറഞ്ഞു, ആ പണിക്കാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അച്ഛനും മോനും ഒരു തീരുമാനം എടുത്തിട്ട് വിളിക്കുക, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ കമലയും വന്നിട്ട് വഴക്ക് പറയുന്നുണ്ട്, എന്തിനാണ് മാഷ്, അവനത് ചെയ്യുമല്ലോ, അവൻ എവിടെ നിന്ന് അവന് പൈസ, ശ്രീനിവാസൻ സാറിൻ്റെ പൈസ, ആ പൈസ കൊണ്ട് എൻ്റെ വീട് പണിയണ്ട, അവൻ വർക്ക്ഷോപ്പിലൊക്കെ പോകുന്നുണ്ട് മാഷ്, അവൻ്റെ കയ്യിൽ ഫണ്ടുണ്ട്, ആ ഫണ്ട് കൊണ്ട് എൻ്റെ വീട് പണിയുണ്ട്. അപ്പം വിക്രമിനും അങ്ങോട്ട് ദേഷ്യം വരികയാണ്. കാര്യം വെച്ചാൽ ഒന്നിനും സമ്മതിക്കില്ല. അച്ഛനിപ്പോൾ എന്തിനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മക്കളെ കളിയാക്കാനും അവരെ ചവിട്ടി താക്കാനും അച്ഛന് പണ്ട് മുതൽക്കേ ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വിക്രം ദേഷ്യപ്പെട്ടിട്ട് മാഷിൻ്റെ അടുത്തും കമലയുടെ അടുത്തും പറയുന്നുണ്ട്, ഇനി ഈ വീട് നന്നാക്കിയില്ലെങ്കിൽ ശരി, നന്നാക്കണ്ട, പക്ഷേ വിക്രം അതിനകത്തെ അന്തി ഉറങ്ങുള്ളൂ എന്ന് വിക്രം പറഞ്ഞിട്ടങ്ങ് പോവാണ്. അപ്പോൾ കമല മാഷിൻ്റെ അടുത്ത് കുറേ പറഞ്ഞ് നോക്കുകയാണ്, അവൻ നന്നാക്കണമെങ്കിൽ നന്നാക്കിക്കോട്ടെ, അല്ലെങ്കിൽ മാഷ് നന്നാക്കാവോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ നന്നാക്കുന്ന മാഷ് പറയാണ്. അപ്പോൾ നമ്മുടെ വേദയും നമ്മുടെ ശ്രീജയും വിശ്വമൊക്കെ വരെയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛ എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ് ഉണ്ട്, ഞാനത് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ആ ചോദിച്ചതിന് എന്നെ ഒരുപാട് നന്ദി മോളെ, പക്ഷേ വേണ്ട, ഒരിക്കലും അത് വേണ്ട, അത് എപ്പോഴെങ്കിലും ശരിയാക്കി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് മാഷ് അവിടെ നിന്ന് തടിതപ്പാണ്. അപ്പോൾ നമ്മുടെ വിശ്വം വേദയോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നമുക്കത് ശരിയാക്കി എടുക്കാം, അച്ഛൻ പറയുന്നതൊന്നും വേദ കാര്യമാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വിശ്വം ഓഫീസിൽ പോകുന്ന ടൈമിൽ അവരുടെ MD വരുമ്പോൾ MDയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് ലോണ് സാങ്ഷനാക്കി തരാമെന്ന്. അപ്പോൾ ഇവിടെ ഈ കമ്പനിയിൽ അങ്ങനെ ലോണൊന്നും ഇല്ലല്ലോ, PF എടുക്കാമെന്ന് വെച്ചാൽ അതിനുള്ള പീരീഡ് ആയിട്ടില്ല, പിന്നെ എങ്ങനെയാണ്? അല്ല സാർ, വീട്ടിൽ കുറച്ച് പണിയുണ്ട്, ഇങ്ങനെ ഞാൻ അറിഞ്ഞായിരുന്നു, അപ്പോൾ എന്തായാലും ലോണൊന്നും നമുക്കിപ്പോൾ പറ്റില്ല, തനിക്ക് എത്ര രൂപയാണ് വേണ്ടത്? അത് 5 ലക്ഷം രൂപ വേണം. താൻ എന്താണോ 5 ലക്ഷം രൂപ
രൂപയോ? കയറിയിട്ട് ഇത്ര നാളെ ആയിട്ടുള്ളൂ, അതിനു മുന്നേ എങ്ങനെയാണ് ഇത്രയും രൂപയൊക്കെ തരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് വേറൊരു കാര്യം കൂടെ അയാൾ MD പറയുന്നുണ്ട്. കാര്യം താൻ തൻ്റെ വിക്രം കല്യാണം കഴിച്ചിരിക്കുന്നത്, അതായത് വേദയുടെ ബ്രദർ ശ്രീകാന്തിൻ്റെ ഒരു ഇതിലാണ്, ഈ കമ്പനി ഫണ്ടിലാണ് ഓടുന്നത് എന്നുള്ളതൊക്കെ അയാൾ പറയണം. അപ്പം വിശ്വം പറയുന്നുണ്ട്, സാറേ എനിക്കതൊന്നും അറിയില്ല, ഞാൻ എൻ്റെ ആവശ്യം ഇന്നതായതുകൊണ്ട് ഇവിടെ വന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ, ഒരു 6 മാസത്തെ ശമ്പളം വല്ലതും വേണമെങ്കിൽ ഞാൻ സാറിനോട് പറഞ്ഞു നോക്കാം എന്ന് MD പറയുന്നുണ്ട്. അപ്പം വിശ്വം പറയുന്നുണ്ട് ശരി ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ ഒരു കുത്തുപോലെ വിശ്വത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കാര്യം നിങ്ങൾ ബന്ധുക്കാരല്ല, അപ്പോൾ നിങ്ങൾ എന്നെ നേരിട്ട് സംസാരിക്കൂ. അയ്യോ സാറേ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, സാറ് എന്നെ ഒന്ന് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വം അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് വിശ്വത്തിൻ്റെ അടുത്ത് അവിടുത്തെ അയാൾ പറയുന്നുണ്ട്, അവരുടെ ഓഫീസിലെ സാറ് പറയുന്നുണ്ട്, കാര്യം നിങ്ങൾ ബന്ധുക്കളൊക്കെയാണ്, ശ്രീകാന്ത് സാറിൻ്റെ ഫണ്ടിലാണ് ഇപ്പോൾ ഈ കമ്പനി റണ്ണപ്പ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ വെച്ചിട്ട് താൻ വലിയ ഇതിലുള്ള അധികാര ഫണ്ട് തനിക്കും കിട്ടും എന്നുള്ള ഒരു ഇതിലാണോ താൻ ചോദിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല സാറേ എന്ന് വിശ്വം പറയുന്നുണ്ട്. എൻ്റെ വിശ്വം പോവാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ വേദയുടെ ബ്രദർ ശ്രീകാന്ത് നമ്മുടെ വിനായകനെയും നമ്മുടെ വിശ്വത്തിനെയും കയ്യിലെടുക്കാൻ വേണ്ടി നന്നായിട്ട് നോക്കി. പക്ഷേ അതിൽ വിനായകൻ വീണിട്ടുണ്ട്. കാരണം വെച്ചാൽ വിനായകൻ പിന്നെ പൈസ എന്ന് പറഞ്ഞാൽ ചാടി വീഴുന്ന ടൈപ്പാണല്ലോ. അപ്പോൾ വിനായകനെ കയ്യിലെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ശ്രീകാന്തിനെ വിശ്വത്തിന് ജോലി കൊടുത്തെങ്കിലും വിശ്വം നെറുകേടായിട്ടുള്ള രീതിയിലൊന്നും ചെയ്തില്ല. അപ്പോൾ അവനെയും കൂടെ കയ്യിലെടുക്കണം. അങ്ങനെ വർഷയുടെ അച്ഛനും ഈ ശ്രീകാന്തും കൂടെ ചേർന്ന് ഒരു പ്ലാൻ ആസൂത്രണം ചെയ്യുകയാണ്. അത് വർഷയുടെ അച്ഛനും അവിടുത്തെ കമ്പനിയിലെ ആളാണല്ലോ. അപ്പം വർഷയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതായത് 5 ലക്ഷം രൂപ അവൻ ചോദിച്ചു, നമ്മൾ കൊടുത്തില്ല, പക്ഷെ അവൻ അവിടെ നിന്ന് എടുത്തതായിട്ട് നമുക്ക് വരുത്തി തീർത്താലോ, അതായത് വിശ്വത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി അവർ ആസൂത്രണം ചെയ്യുകയാണ്. അപ്പോൾ അതെന്തായാലും അടിപൊളിയാണ് വെച്ചാൽ നമുക്ക് ആ പദ്ധതി എന്തായാലും വർക്കൗട്ട് ചെയ്യാമെന്ന് ശ്രീകാന്തും പറയുന്നുണ്ട്. കാര്യം എങ്ങനെയെങ്കിലും വേദേനെ അവിടെ നിന്ന് ചാടിക്കണം, ഇവരെ എല്ലാം ഒന്ന് കയ്യിലെടുത്ത് ആ ഒരു രീതിയാണ് ശ്രീകാന്ത് അത്ര ജെനുവിൻ പേഴ്സണായിട്ട് ഉള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ശ്രീകാന്തൊക്കെ ചിന്തിക്കുന്നത്, ആ ഒരു കുടുംബത്തിനെ എങ്ങനെ ഇല്ലാണ്ടാക്കുക എന്നുള്ള രീതിയിൽ. എന്നിട്ട് അവർ തമ്മിൽ പറയുന്നുണ്ട്, വിക്രം തന്നെ ആയിരിക്കും, അല്ല ഈ ശ്രീകാന്ത് അച്ഛനോട് പറയുന്നുണ്ട്, വർഷയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ വിക്രം തന്നെ ആയിരിക്കും ചിലപ്പോൾ വേദേനെ കൊല്ലാൻ ശ്രമിച്ചത്. അപ്പോൾ അയാൾ പറയും, നീ മണ്ടത്തരം പറയില്ല, കാര്യം എന്ന് വെച്ചാൽ അവൾക്ക് വലിയ അപകടം സംഭവിച്ചിട്ടും ഒറ്റയ്ക്ക് റിസ്ക് എടുത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നവനാണ് വിക്രം. അതുകൊണ്ട് ഒരിക്കലും അവൻ വേദയെ കൊല്ലാനായിട്ടുള്ള പദ്ധതിയൊന്നും ആസൂത്രണം ചെയ്യില്ല. അപ്പോൾ ഇത് നമുക്ക് വിശ്വത്തിൻ്റെ കേസ് ഇങ്ങനെ വേണമെങ്കിൽ അവരൊരു പരിപാടി ആസൂത്രണം ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതി വരികയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ രാധ കുറേ നേരമായിട്ട് ഈ സംഭവങ്ങൾ അച്ഛൻ വന്ന് പറഞ്ഞ് കേട്ടിട്ട് വിക്രമിനെ വിളിച്ചിട്ട് വിക്രം എടുത്തില്ല. അങ്ങനെ വഴിയിൽ വെച്ച് റോഡിൽ വെച്ച് രാധ കാണുകയാണ് വിക്രമിനെ. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തോരം പ്രാവശ്യമായിട്ട് വിക്രമേട്ടാ ഞാൻ വിളിക്കുന്നു, ഒന്ന് ഫോൺ എടുത്തുവിടുക, ഞാൻ നിങ്ങളുടെ വീട്ടിലൊന്നും വന്നില്ല, വർക്ക്ഷോപ്പിലും വന്നില്ല, ഒരു അപകടം നടന്നു, അപ്പോൾ എന്ത് പറ്റിയെന്നറിയാൻ അതുകൊണ്ട് വിളിച്ചതാണ്, എന്താപ്പോൾ വീട് കത്തി എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ വിക്രമേട്ടന് എന്തെങ്കിലും പറ്റുമോ, എനിക്ക് പറ്റിയെങ്കിൽ ഞാൻ നിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമോ, അല്ല കൈ പൊള്ളിയിട്ടുണ്ടല്ലോ, കുറച്ചൊക്കെ കൈ പൊള്ളി, വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വേറെ എന്താ, അല്ല അവൾക്ക് പൊള്ളി മരിച്ചു എന്ന് പറഞ്ഞാൽ നിനക്ക് സന്തോഷമാവോ, എനിക്ക് കാര്യം ദേഷ്യം ഉണ്ടെങ്കിലും അവൾ മരിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിക്കാറൊന്നുമില്ല എന്നിങ്ങനെ നമ്മുടെ രാധ പറയുന്നുണ്ട്. അവൾക്ക് കുഴപ്പമൊന്നുമില്ലടി, കുഴപ്പമില്ല, ഞാൻ രക്ഷിച്ചു, ചെന്നപ്പോൾ ബോധം കെട്ട് റൂമിൽ കിടക്കുകയായിരുന്നു, എന്നാലും കുറച്ച് വൈകിയെങ്കിൽ അവളുടെ ജീവൻ അപകടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ശരി എന്നാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോൾ രാധ മനസ്സിൽ ചിന്തിക്കും, മരിച്ചു പോണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും പണ്ടാരത്തിന് വല്ലാത്ത ആയുസാണ്. കാര്യം രാധയ്ക്ക് വേറൊന്നുമില്ല, വേദയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റി വേദ മരിച്ചാലോ അല്ലെങ്കിൽ വേദ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്തെങ്കിലും ചെയ്യണം, എന്നിട്ട് വേണം രാധയ്ക്ക് അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. ആ ഒരു മൈൻഡിലാണ് രാധ നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്നും വിക്രമിൻ്റെ കുടുംബത്തിനെതിരെ ഇനി ശ്രീകാന്ത് എന്ത് കളിയാണ് കളിക്കാൻ പോകുന്നതെന്നും വിശ്വത്തിന് ആ പേരിൽ എന്തൊക്കെ ദോഷങ്ങളാണ് വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ അടുത്ത പ്രൊമോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരയ്ക്കും എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കുഞ്ഞു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്ബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.